9 വർഷങ്ങൾക്ക് മുമ്പ് അബുദാബിയിലേക്ക് കൺസ്ട്രക്ഷൻ ജോലിക്കായി പോയ കന്യാകുമാരി കുളച്ചൽ സ്വദേശി ഗണേഷ് ഇന്നും ഞങ്ങൾക്ക് കണ്ടെത്താനാകാതെ എവിടെയോ ഒളിച്ചിരിക്കുകയാണ്. 4 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാസ ലോകം ഗണേഷിന്റെ കഥയുമായി നിങ്ങളുടെ മുന്നിലെത്തിയിരുന്നു. ഇന്നിപ്പോ ഗണേഷിന് 27 വയസ്സ് തികയുന്നു എന്നാണ് ഈ അമ്മ പറയുന്നത്. തന്റെ മകൻ എവിടെയാണെന്നറിയാതെ വിഷമിക്കുകയാണ് ഈ അമ്മ ഇന്നും. ഗണേഷിനെ കുറിച്ച് നമുക്ക് ഈ അമ്മയോട് തന്നെ ചോദിച്ചറിയാം. ഗണേശൻ പോയിട്ട് എത്ര വർഷമായി? 9 വർഷമായി. ഇപ്പൊ എത്ര വയസ്സുണ്ടാവും? 27 വയസ്സായി. 19 വയസ്സിൽ പോയതാ. ഒരിക്കൽ നമ്മള് പ്രക്ഷേപണം ചെയ്തിട്ടുണ്ട് അല്ലെ? ഒരു വിവരവും കിട്ടിയില്ല അല്ലെ? നമുക്കൊന്നും കൂടി ചെയ്ത് നോക്കാം. അവിടെ എന്ത് ജോലിക്കാ പോയെ? കൺസ്ട്രക്ഷൻ ജോലിക്കാ. ഒരു വിവരം ആരും കണ്ടവരില്ല. നിങ്ങളെ നാട് ഇവിടെ കന്യാകുമാരി. കുളച്ചല്ല. അവിടെ കുളച്ചിലേൽ ആരും ഇല്ല. കുളച്ചിലേൽ ആരും ഇല്ല. ഒരു ഇതിലും അന്വേഷണത്തിലും ഗണേശ് എന്ത് ജോലിക്കാരനായിരുന്നു? മേസനായിരുന്നു. ഇപ്പൊ നമ്മള് പ്രക്ഷേപണം ചെയ്തു, നമുക്കൊരു റിസൾട്ടും കിട്ടിയില്ല. വീണ്ടും ഒരു പ്രാവശ്യം കൂടി ചെയ്തിട്ട് എവിടെയെങ്കിലും ഈ എല്ലാ ഡെസർട്ടിലും എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാവുകയാണ്. ചിലപ്പോ അങ്ങനെ അങ്ങ് പോയിരിക്കുകയായിരിക്കും. ചിലപ്പോ നമുക്കൊന്നും കൂടി ശ്രമിച്ചു നോക്കാം. എങ്ങനെയാ നാട്ടിൽ എത്തിക്കണം? അതെ അതെ അതെ. എത്ര മക്കളാ? 3 പേര്. ഇതില് മൂത്ത ആളാ? അത് ഏറ്റവും ഇളയത്. ഏറ്റവും ഇളയതാ? ഭർത്താവില്ലേ? ഗണേശനെ കുറിച്ചുള്ള പ്രക്ഷേപണം ഞങ്ങൾ മുമ്പ് ചെയ്തിട്ടില്ല. 4 വർഷം ഞങ്ങൾക്ക് വ്യക്തമായ ഒരു വിവരവും കിട്ടിയില്ല. അബുദാബിയിലാണ് ഗണേശൻ. പ്രേക്ഷകരോ ഞങ്ങളെ പ്രവർത്തകർക്കോ കണ്ടെത്താൻ കഴിയാത്ത ഒരാളാണ് ഗണേശൻ. അവർ വീണ്ടും വന്ന് നമ്മളെ അഭ്യർത്ഥിച്ചതിൻ്റെ ഭാഗമായിട്ടാണ്. അതുകൊണ്ട് ഗണേശനെ വീണ്ടും കണ്ടെത്തണമെന്നുള്ള അമിതമായ ആഗ്രഹം ഞങ്ങൾക്കുണ്ട്. ആഗ്രഹത്തിൻ്റെ പുറത്തു കൂടിയാണ് പ്രവാസ ലോക പ്രേക്ഷകരോട് പറയുന്നത്, ഗണേശനെ നിങ്ങൾ, അബുദാബിയിലുള്ള ഗണേശനെ നിങ്ങൾ കണ്ടെത്തണം. ഗൾഫ് രാജ്യങ്ങളിൽ ഏറ്റവും വേഗം കണ്ടെത്താവുന്ന പ്രദേശമാണ് UAE. അവിടെ നമ്മൾക്ക് സാധാരണ മിസ്സിംഗ് കേസുകൾ വളരെ കുറവാണ് വരാറ്. ഇപ്പോൾ ഗണേശൻ്റെ ചരിത്രം വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ എത്തിക്കുമ്പോൾ ഗണേശനെ കണ്ടെത്തുമെന്നുള്ള പ്രത്യാശ ഞങ്ങൾക്കുണ്ട് എന്നുള്ളതുകൊണ്ട് ഒന്നുകൂടി കാര്യക്ഷമമായ ഒരു അന്വേഷണത്തിന് പ്രവാസ ലോകം പ്രവർത്തകരും പ്രേക്ഷകരും തയ്യാറാകണം എന്ന അഭ്യർത്ഥനയോടുകൂടി ഈ അമ്മയെ ഞാൻ വീണ്ടും തിരിച്ചയക്കുന്നു. അമ്മയുടെ മകൻ എത്തുമെന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്കൊക്കെ ഉള്ളത്. ഇനി നിങ്ങൾ ഇവിടെ വരാത്ത വിധത്തിൽ നിങ്ങളുടെ മകൻ നിങ്ങളുടെ അടുത്ത് എത്തട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ തിരിച്ചയക്കും.